4 ദിവസത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ പെയ്തത് അസാധാരണ മഴ. 266.3 മില്ലിമീറ്റർ മഴയാണ് ഈ ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായത്. വട്ടവടയിൽ കനാലിൽ വീണ യുവാവ് മരിച്ചു. വട്ടവട സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. അതേസമയം കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി ബന്ധം താറുമാറായി. വട്ടവടയിൽ 6 ദിവസമായി വൈദ്യുതിയില്ല. വൈദ്യുതി മുടങ്ങിയതോടെ ജില്ലയിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും അവതാളത്തിലായി. 6 ദിവസമായിട്ട് ഈ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായി നിശ്ചലമായ അവസ്ഥയിലാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും ഇല്ല. സ്കൂൾ കുട്ടികളുടെ അഡ്മിഷൻ പോലുള്ള പല കാര്യങ്ങളും സ്തംഭിച്ച് കിടക്കുകയാണ്. കളക്ടർക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും അറിയിച്ചിട്ട് പോലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. മറയൂര് ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് പോലും ലൈൻ കിട്ടുന്നുമില്ല. ഉദ്യോഗസ്ഥന്റെ നമ്പർ വിളിച്ചാൽ സ്വിച്ച് ഓഫും, ഓവർസീറ്റർ വിളിച്ചാൽ ടാറ്റയുടെ കംപ്ലൈന്റ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് കിട്ടേണ്ട വൈദ്യുതിയോ നല്ല റോഡോ ഇതുവരെ ഈ വട്ടവട പഞ്ചായത്തിൽ കിട്ടുന്നില്ല. ഗവൺമെന്റിന്റെ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ജെയിനിസ് രാജു ചേർന്നു തത്സമയം. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. കനാലിൽ വീണ് കാണാതായ ഒരാൾ മരിച്ചിരിക്കുന്നു, വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ. വിശദാംശങ്ങൾ എന്താണ്? ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അത് പുനഃസ്ഥാപിക്കുന്നതിന് KSEB ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ നിലവിൽ? മോത്തി, ജില്ലയുടെ എല്ലാ ഭാഗത്തും ഇതാണ് പ്രശ്നം. വട്ടവട മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുങ്കണ്ടത്തു നിന്ന് വരുന്നു 100-ലധികം പോസ്റ്റുകളാണ് അവിടെ ഒടിഞ്ഞു പോയിരിക്കുന്നത്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ മേഖലയിലും. അങ്ങനെ പല സ്ഥലത്തും ദിവസങ്ങളായി വൈദ്യുതി എത്തിയിട്ട് വട്ടവടയിൽ കുറച്ചുകൂടി രൂക്ഷമാണ്. കാരണം അത് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലേക്ക് മൂന്നാറിൽ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം വട്ടവടയിലെത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവശ്യ സാധനങ്ങൾക്കടക്കം ഗതാഗത തടസ്സം ഉണ്ടാകുന്നതൊക്കെ മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തുടർച്ചയായി വൈദ്യുതി ഇല്ല, അതോടൊപ്പം തന്നെ കടകളിൽ ആവശ്യത്തിന് സാധനങ്ങളില്ല, മെഴുകുതിരി പോലും വാങ്ങാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. KSEBയെ സംബന്ധിച്ച് KSEB നൽകുന്ന വിശദീകരണം, അവർ മനുഷ്യശേഷിയുടെ പരമാവധി ഇത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി പുനഃസ്ഥാപിച്ച വൈദ്യുതി ബന്ധം വീണ്ടും താറുമാറാകുന്നു എന്നുള്ള പ്രതിസന്ധിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരു സ്ഥലത്ത് ലൈൻ അല്ലെങ്കിൽ പോസ്റ്റ് മാറ്റിയിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും അവിടെ മറ്റൊരു മരം ഒടിഞ്ഞു വീണ് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധിയാണ് ജില്ലയിൽ മൊത്തത്തിൽ നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ അവിടെ പഞ്ചായത്ത് ഓഫീസിന് സമീപം, വട്ടവടയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് സമീപത്ത് കനാലിൽ ഒരു യുവാവിന്റെ ജഡം കണ്ടെത്തിയിട്ടുണ്ട്. വട്ടവട സ്വദേശിയായിട്ടുള്ള വിഷ്ണു ആണ് മരിച്ചത്. വിഷ്ണു കനാലിൽ വീണ് മരിച്ചു എന്നുള്ളതാണ് സംശയിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയും അന്വേഷണം നടത്തി വരികയാണ്. മൂർത്തി.